ഹായ്, ഞാൻ അഡ്വക്കേറ്റ് സാൽമത്ത്. ഞാൻ അഡ്വക്കേറ്റ് അമീർ. നമ്മളിവിടെ മൈഗ്രെയിൻ്റെയും ബാക്ക് സ്ട്രെയിൻ്റെയും ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ് ചങ്ങമ്പള്ളിയിൽ എത്തിയത്. എനിക്കൊരു 10 വർഷത്തോളമായിട്ട് സിവിയർ ആയിട്ടുള്ള മൈഗ്രെയിൻ ഉണ്ട്. അതുപോലെ ഹസ്ബൻഡിന് റീസെൻ്റ് ആയിട്ട് ഒരു നടുവുളുക്കി, അതിൻ്റെ ബുദ്ധിമുട്ടും നമ്മൾ ഓൾറെഡി ഫിസിയോതെറാപ്പി ചെയ്തു. അതിന് ശേഷവും ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മളിവിടെ ചങ്ങമ്പള്ളിയിൽ എത്തിയത്. ഇവിടെ ചങ്ങമ്പള്ളിയെ കുറിച്ച് എൻ്റെ സിസ്റ്ററാണ് റെഫർ ചെയ്ത് തന്നത്. ആ സമയത്ത് ആൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ചങ്ങമ്പള്ളിയിൽ നിന്ന് നിങ്ങൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ആര് നിങ്ങളോട് ഏതൊരു ബെറ്റർ ആയുർവേദ ഹോസ്പിറ്റൽ എന്ന് ചോദിക്കുകയാണെങ്കിലും നിങ്ങളെ ഫസ്റ്റ് ലിസ്റ്റിൽ നിങ്ങൾ ധൈര്യമായിട്ട് റെഫർ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലായിരിക്കും ചങ്ങമ്പള്ളി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ 9th ഡേ ആണ് ട്രീറ്റ്മെന്റിന്റെ 10 day കോഴ്സാണ്. ഇപ്പോൾ നമുക്ക് ശരിക്കും ഇത്ത പറഞ്ഞ ആ വാചകങ്ങൾ കൃത്യമായിട്ട് അർത്ഥവത്താവുന്ന രീതിയിലാണ് നമുക്ക് ഇവിടെ നിന്നുള്ള ഓരോ അനുഭവവും. അതെ, ഇപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. സത്യം പറഞ്ഞപ്പോൾ രണ്ടുപേരും അഡ്വക്കസി പ്രൊഫഷനാണ്. അപ്പോൾ അതിൻ്റെതായ ഒരുപാട് സമയം നമ്മൾ സിസ്റ്റത്തിന്റെ ഫ്രണ്ടിലും ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള വർക്കും അങ്ങനെയുള്ള ആ ഒരു രീതിയിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത്. അതിൻ്റെതായ ആരോഗ്യ ബുദ്ധിമുട്ടുകളാണ് നമുക്ക് വന്നത്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ആ ഒരു ചിട്ടയായ ഭക്ഷണ രീതി ആയിക്കോട്ടെ, ഇപ്പം മറ്റ് ഇതെല്ലാം കൃത്യമായി നമ്മളെ ഫോളോ അപ്പ് ചെയ്ത് നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മളിവിടെ ഒരു ട്രീറ്റ്മെന്റ് അങ്ങനെ തോന്നിയിട്ടില്ല. നമ്മൾ കംപ്ലീറ്റ്ലി ഒരു കംപ്ലീറ്റ്ലി പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിൽ നിൽക്കുക. സത്യം ആ ഒരു ശരിക്കും നമുക്ക് ലിറ്ററലി ഒരു ഹോം അവേ ഫ്രം ഹോം ആ ഒരു ഫീലേ നമുക്ക് ഇവിടുന്ന് തോന്നിയിട്ടുള്ളൂ. അത് ഇവിടുത്തെ സ്റ്റാഫ് ആണെങ്കിലും ഇവിടുത്തെ ഡോക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും ശരിക്കും നമുക്കിവിടെ വന്നതിന് ശേഷം കുറച്ചുകൂടെ നല്ല കുറച്ച് അമ്മമാരെയും ചേച്ചിമാരെയും നല്ല കുറച്ച് ഡോക്ടേഴ്സിനെയും നമുക്ക് ലഭിക്കുകയാണ് ചെയ്തിട്ടുള്ളത്.